ഹലോ ഗൈസ്, ഞാനിതാ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ യൂട്യൂബിൽ. ഫസ്റ്റ് തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ദേവിക. ഇത് എൻ്റെ അനിയത്തി, അവളെ നന്ദു എന്നാട്ടോ വിളിക്കുന്നത്. അച്ഛനും അമ്മയും ഞാനും അവളും അടങ്ങുന്ന ഒരു ചെറിയ ഫാമിലി നാട്ടോ ഞാൻ വരുന്നത്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നഴ്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചെറിയ വ്ളോഗ്സും പിന്നെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല ഇതിനെക്കുറിച്ച്, എന്നാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് വീഡിയോ ഇടുമ്പോൾ എന്തിടണമെന്ന് ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. റീസെൻ്റ് ആയിട്ട് ഗുരുവായൂർ പോയ വ്ളോഗ് തന്നെ ആവട്ടെ അല്ലേ. അങ്ങനെ നമ്മളിതാ തൃശ്ശൂർ എത്തിയിട്ടോ. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല മഴയത്ത് നനഞ്ഞേക്കുന്ന ഗുരുവായൂരാട്ടോ നമ്മൾ കണ്ടത്. പിന്നെ കണ്ണനൊരു തട്ടവും കുറച്ച് പൂവും വാങ്ങി നമ്മൾ കയറിയിട്ടോ. പിന്നെ ഇപ്രാവശ്യം നമ്മൾ മുല്ലപ്പൂ അല്ലട്ടോ വാങ്ങിയത്, കുറച്ച് വെറൈറ്റിക്ക് വേണ്ടി അരളിയും തുളസിയും കൂടി കെട്ടിയ ഈ പൂവാണ് വാങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മൾ ശ്രീകോവിലിൽ നിന്ന് തൊഴുത് നേരെ ക്യൂവിലാട്ടോ കയറിയത്. കണ്ണു നിറയെ നമ്മൾ കണ്ണനെ കണ്ട് പരിഭവങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഇന്നത്തെ തിരക്ക് അത് പറയാതിരിക്കാൻ വയ്യ. പായസത്തിനാണെങ്കിലും നല്ല ക്യൂ ആയിരുന്നു, ഭഗവാനെ തൊഴാനാണെങ്കിലും നല്ല ക്യൂ ആയിരുന്നു. പിന്നെ കല്യാണം, ഒരു 100 കല്യാണമെങ്കിലും അന്ന് അവിടെ നടന്നിട്ടുണ്ടാവും. നമ്മളൊരു 2 മണിക്കൂർ അടുത്ത് ക്യൂവിൽ നിന്നെങ്കിലും ആ ഒരു ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ തുടങ്ങി ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ആ ഒരു ടയർഡ്നെസ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മസാല ദോശ കിട്ടാത്തതിന്റെ സങ്കടം ഉണ്ടെങ്കിലും ഇവരുടെ കറികൾ കണ്ട് ഞാൻ തന്നെ കണ്ണു തള്ളിപ്പോയിട്ടോ. അത്രയ്ക്കധികം വിഭവങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് നല്ല വിശപ്പുള്ളത് കൊണ്ടും ഇവരുടെ ഫുഡിന് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടും അടിപൊളി നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു കൂട്ടാ. ഒന്നാമതേ രാവിലെയും കഴിച്ചിട്ടില്ല, പിന്നെ ഉച്ചക്കത്തെ ടൈമും ആയി. എത്ര കൂട്ടം കറികൾ ഉണ്ടായെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവർ ഇട്ട് വന്നപ്പോൾ എന്തായാലും ഒരു 5 മിനിറ്റ് എടുത്തിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ദായി ഒരു പായസമാണ് കേട്ടോ. കോംപ്ലിമെന്ററി ആയിട്ട് തന്നപ്പോൾ ഞാൻ കരുതി എന്തായാലും ഫ്ലോപ്പ് ആയിരിക്കുന്നു, പക്ഷെ കുടിച്ചു നോക്കിയപ്പോൾ എൻ്റെ മോനെ സീൻ സാധനം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അന്നപൂർണ്ണയിലെ മീൽസ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? എന്തായാലും അടിപൊളിയായിരുന്നേ. പിന്നെ ദായി കാണുന്ന പാവയ്ക്ക കിച്ചടി ഇല്ലേ, ഇതെനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നല്ല രീതിയിൽ ഫുഡ് അടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ കഴിച്ചിട്ട് പിന്നെ എനിക്ക് അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഗുരുവായൂർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പോകാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന വേറൊരു സ്ഥലം പ്രിയങ്ക ഫാൻസിയാണ്. ഒരുപാട് റീൽസിൽ കണ്ടാണ്ടോ ഞാനിവിടെ വന്നത്. വേറൊന്നും കൊണ്ടല്ല, വളയുടെ കുറേ കളക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ KSRTC സ്റ്റാൻഡിലേക്ക് പോയി. നമ്മുടെ ഭാഗ്യം കൊണ്ടാണെന്ന് അറിയില്ല, നമുക്ക് സീറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ ഗുരുവായൂർ ദർശനം കംപ്ലീറ്റ് ആക്കിട്ടോ. ഫുഡൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ ഈ പായസം, അത് വീട്ടിലേക്ക് എത്താൻ വേണ്ടി മാത്രം കാത്തിരുന്ന പായസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.